ഒരു ഡ്രീം കം ട്രൂ മൊമെൻറ്റ് എനിക്ക് മാത്രമല്ല, മൈ എൻറ്റയർ ടീം. ഇതിനെ ഒരു ഇൻ്റർവ്യൂ എന്ന് വിളിക്കുന്നതിനേക്കാളും ഒരു സുഹൃതം, ഒരു പുണ്യം. Joining us on the next guest from the 973 show is none other than our very dear K.S. Chitra. ചിത്ര ചേച്ചി, നമസ്കാരം. നമസ്കാരം. എനിക്കിതിൽ കൂടുതലൊരു ഇൻട്രോ പറയാൻ അറിയില്ല. കാരണം ചേച്ചി ഒന്ന് കാണുക. ഇന്നലെ സമാജത്തിലെ പെർഫോമൻസിൽ പ്രിയപ്പെട്ട സമാജത്തിൻ്റെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ചേച്ചി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയത് തന്നെ ഒരു പുണ്യം. കൂടിയ വാക്കുകളായിപ്പോയി. ചേച്ചിയുടെ സിംപ്ലിസിറ്റി ഈസ് നോൺ. ഒരു ഇന്റർവ്യൂവിൽ ചേച്ചി കേൾക്കാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടോയെന്നും എനിക്കറിയില്ല. സോ ഈ തലക്കകത്ത് മുഴുവൻ എന്ത് ചോദിക്കണം എന്ന് തന്നെയായിരുന്നു എനിക്ക്. ലെറ്റ് മീ ആസ്ക് യു ദിസ് ക്വസ്റ്റ്യൻ. സമാജത്തിൽ എത്രയോ സ്റ്റേജുകളായി. ഓണത്തിന് ചിത്ര ചേച്ചി ഇല്ലാണ്ട് ഒരു ഓണം മലയാളികൾക്കില്ല. താങ്ക്സ് ടു BKS. ബഹ്റിനെ കുറിച്ചുള്ള സ്പെഷ്യൽ എന്താണ്? വാട്ട് കംസ് ടു യുവർ മൈൻഡ് ബഹ്റിൻ എന്ന് പറയുമ്പോൾ? ബഹ്റിൻ എന്ന് പറയുമ്പോൾ ആദ്യം എൻ്റെ അനുഭവത്തിൽ എൻ്റെ ആദ്യത്തെ ഫോറിൻ ടൂർ ബഹ്റിനിലേക്കായിരുന്നു. ദാസേട്ടൻ്റെ ഒപ്പം ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നതും അപ്പോഴായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്കതൊരു എത്ര വർഷം മുമ്പായിരുന്നു? ഹൗ ഓൾഡ് വർ യു? ഞാൻ വളരെ ചെറിയ കുട്ടിയായിരുന്നു. മേ ബി 80s, 82, 83 83 ആണെന്നാണ് തോന്നുന്നത്. 83 ആ സമയത്ത് ദാസേട്ടൻ്റെ കൂടെ എൻ്റെ അച്ഛനാണ് എൻ്റെ കൂടെ വന്നത്. വേറൊരു വലിയ കാര്യം, എൻ്റെ അച്ഛൻ്റെ യങ്ങർ ബ്രദർ ഇവിടെ വർക്ക് ചെയ്യുമായിരുന്നു ബഹ്റിനിൽ. അപ്പം അതുകൊണ്ട് ബഹ്റിനുമായിട്ട് അങ്ങനെയും കൂടെ ഒരു അടുപ്പമുണ്ട്. പിന്നെ എൻ്റെ കസിൻ ബ്രദർ വന്നു, പിന്നെ എൻ്റെ വേറൊരു കസിൻ ബ്രദർ വന്നു. ഇപ്പം ബഹ്റിനിൽ എനിക്കൊരു ഫാമിലി തന്നെയുണ്ട്. ഇവിടെയാണ് വരേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏകാദശിയൊക്കെ നോക്കുന്ന ആളാണ്. അപ്പം സാധാരണ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ പ്രശ്നം വരുന്നത് ഏകാദശിക്ക് ഞാൻ ആരെടുത്ത് എനിക്ക് കുറേ സാധനങ്ങളൊക്കെ വേണമല്ലോ, നമുക്കിതെല്ലാം കൂടെ കൊണ്ടുവരാനും പറ്റില്ല. അപ്പം ആരെടുത്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമല്ലോ. അപ്പോൾ ദൈവമായിട്ട് പോകുന്ന സ്ഥലത്തൊക്കെ എനിക്ക് ആരെങ്കിലും ഒരാളിനെ കൊണ്ടുതരും. പക്ഷെ ഇപ്പം ബഹ്റിനി വരുമ്പോൾ അതുവരെ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കും, അയ്യോ എനിക്ക് ആരെങ്കിലും കിട്ടണ ദൈവമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരിക്കും. പക്ഷെ ബഹ്റിനി വരുമ്പോൾ എനിക്ക് അവർ പ്രശ്നമില്ല, എല്ലാം ടേക്ക് കെയർ ആൾക്കാരുണ്ട്. അപ്പം ആ ഒരു ആൾക്കാരെന്നല്ല, എൻ്റെ ബ്രദർ തന്നെ ഉണ്ട്. 80s മുതൽ 2024 വരെ എത്രയോ സ്റ്റേജുകൾ. ഹൗ ഡു യു സീ ദി ഓഡിയൻസ് ചേഞ്ചിങ്? ഒരു റിസപ്ഷൻ ഓൾവേസ് ചിത്ര ചേച്ചി എന്ന് പറയുന്ന ഒരു ഇമോഷനാണ്, ഇന്നലെയും നമ്മൾ കണ്ടല്ലോ. പക്ഷെ ബിയോണ്ട് ദാറ്റ് ഒരു മ്യൂസിക് എൻ്റർടൈൻമെൻറ്റിൻ്റെ ആസ്പെക്റ്റിൽ നിന്ന് ഒരു വ്യത്യാസം കാണുന്നുണ്ടോ ചേച്ചി? തീർച്ചയായിട്ടും. എനിക്കാണ് ആദ്യം ഇങ്ങനെ ഇപ്പം ഒരുപാട് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസ് വന്നിരിക്കുന്ന സമയത്ത് റെസ്പോൺസ് കുറവായിരിക്കും. ഇത്രയുള്ളവരുടെ കയ്യടി, ഇങ്ങനെ കൈയടിക്കൂല. അപ്പം നമുക്ക് ഈ ശബ്ദമാണ് ഞങ്ങളുടെ എനർജി. നമ്മൾ നോക്കി ഇപ്പോൾ ട്രാവലും ജെറ്റിൽ 2.5 മണിക്കൂർ വ്യത്യാസം ഉള്ളെങ്കിലും അതൊരു വ്യത്യാസമാണല്ലോ. അപ്പം അപ്പോഴൊക്കെ നമ്മൾ ടയർഡായി പോവാതെ നമ്മളെ പിടിച്ചു നിർത്തുന്നത് ആ കയ്യടി തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് എപ്പോഴും ഇപ്പോൾ കുറച്ച് മുൻപൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനത്തെ ക്രൗഡ് അങ്ങനത്തെ കയ്യടി ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ചേഞ്ചസ് വരുന്നുണ്ട്. പിന്നെ യങ്സ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ അങ്ങനത്തെ പാട്ടുകളും കൂടെ വേണം. അപ്പം നമ്മൾ ഒരു കോൺസേർട്ടിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന പോലെയുള്ളൊരു ലിസ്റ്റ് മാക്സിമം എടുക്കാൻ നോക്കും. യങ്സ്റ്റേഴ്സിനും വേണം, വയസ്സായവർക്ക് മെലഡി കേൾക്കേണ്ടവർക്ക്. അങ്ങനെ അതൊരു വലിയ ജോലിയാണ്, ലിസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ചേച്ചി പറഞ്ഞതുപോലെ യങ്സ്റ്റേഴ്സിനെ കേറ്റർ ചെയ്യാന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ്. അവർ വളരെ ഡിമാൻഡിങ് ആണ്. എനിക്കിപ്പോൾ കുട്ടികളെ പോലെ ഡാൻസ് ചെയ്യാനൊന്നും പറ്റൂല. അപ്പം അതിന് വേണ്ടി നമ്മൾ ഒരാളിനെയും കൂടെ എപ്പോഴും കൂടെ പറ്റും. എങ്കിൽ പോലും ലാസ്റ്റ് ടൈം ചേച്ചി വന്നപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ലാസ്റ്റ് സോങ് വാസ് ആമദാമാരോ. ആ ഒരു പാട്ടില്ല, അതൊരു ഹിറ്റായി പലാപ്പള്ളി, അത് ഹിറ്റായി നിന്ന സമയത്തായിരുന്നു. യു ഗോട്ട് ദ ക്രൗഡ് അത് പാടിയപ്പോ. പിന്നെ ഈ രാമായണക്കാറ്റെ പോലെയുള്ളതൊക്കെ എപ്പോഴും ഒരു ക്രൗഡ് പുള്ളറാണല്ലോ. ഈ സ്റ്റേജ് പെർഫോമൻസിലെ ക്രൗഡ് പുള്ളിങ് ഒരു ആസ്പെക്ട് തന്നെയാണല്ലോ. ഒരു പ്ലേ ബാക്ക് സിംഗിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് ചേച്ചി ആദ്യം മുതലേ ഈസി ആയിരുന്നോ? ഞാൻ വളരെ എന്താ പറയണ്ട, അധികം സംസാരിക്കാൻ പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ. കാരണം എൻ്റെ തുടക്കം ഞാൻ പാടിയിരിക്കുന്നത് സ്റ്റേജ് ഷെയർ ചെയ്തിരിക്കുന്ന വലിയ ലെജൻഡറി സിംഗേഴ്സിൻ്റെ കൂടെയാണ്. അപ്പം ദാസേട്ടൻ്റെ കൂടെ പാടുമ്പോൾ ഞാൻ വായേ തുറക്കില്ല. ഞാനൊരു വാക്ക് പോലും ഞാൻ ഒരു നമസ്കാരം പറയുന്ന അല്ലാതെ ഞാൻ ഒന്നും സംസാരിക്കില്ല. കാരണം എനിക്ക് അവരോടൊക്കെയുള്ള റെസ്പെക്റ്റ്, അവർ നടത്തുന്ന ഷോയിൽ ഞാനൊരു പാർട്ടാണ്. അപ്പം ഞാനവിടെ സംസാരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇളയരാജ സാർ, AR റഹ്മാൻജി, പിന്നെ അതുപോലെ പിന്നെ SPB സാറിൻ്റെ കൂടെ പോകുമ്പോൾ, ഹരിഹരൻ സാറിൻ്റെ കൂടെ, അപ്പോൾ അവരുടെയൊക്കെ കൂടെ പോകുമ്പോൾ ഞാൻ അധികം സംസാരിക്കാറേ ഇല്ല.
തന്നെ ഷോ ചെയ്ത് തുടങ്ങിയപ്പോഴും ഞാൻ ഇതുപോലെ ഇന്ന സിനിമയിലെ പാട്ടെന്നൊക്കെ കുറച്ചൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എടുത്ത് പറയുള്ളൂ, നമുക്കിപ്പം ആരുടെ നിന്ന് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പഠിക്കാം. പഠനം എന്നുള്ളത് നമ്മുടെ മരണം വരെയും നടക്കുന്ന ഒരു പ്രോസസ്സാണ്. എന്നെ സംബന്ധിച്ച് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഓഡിയൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന എങ്ങനെയെന്നൊക്കെ ഒരു മടിയില്ലാതെ ചെയ്യുന്ന ഞാൻ കണ്ടത് റിമി ടോമി ആയിരുന്നു. ആദ്യം ഞാൻ ഭയങ്കര അതിശയത്തോടെ ഞാൻ നോക്കരുത്, ഈ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നത്, ഒരു ഭയം അതില്ല. അപ്പം ആരോട് എന്ത് ചോദിച്ചാലും ആർക്കും അതൊരു ഒഫൻഡഡ് ആവില്ല. അത് റിമിയുടെ ഒരു ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് അപ്പം എനിക്ക് സത്യം പറഞ്ഞ റിമി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു സ്റ്റേജിൽ ഇങ്ങനെ വേണം, എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഇൻട്രാക്ട് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രായം വലിപ്പം ചെറുപ്പമൊന്നുമില്ല, ആരുടെ നിന്ന് വേണമെങ്കിലും എന്ത് പഠിക്കാം. അപ്പം അതെനിക്കൊരു പാഠമായിരുന്നു. അപ്പോൾ ഓഡിയൻസ്, ഞാനാണെങ്കിലും ഒരു ആസ് പാർട്ട് ഓഫ് ഓഡിയൻസ് ഞാനവിടെ ഇരിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ ആസ്വദിക്കുന്നുണ്ട്. അപ്പം എന്നെ പോലെ ആയിരിക്കുമല്ലോ മറ്റുള്ളവർ. അപ്പം അങ്ങനെ പിന്നെയാണ് ഞാൻ കുറച്ച് എൻ്റെ ഷെല്ലിൽ നിന്ന് പുറത്തു വരാനുള്ള ശ്രമം തുടങ്ങിയതിന് ശേഷമാണ്. ചേച്ചി വളരെ ഒരു സിംപ്ലിസിറ്റിയുടെ ഡെഫിനേഷൻ എന്നാണ്. ഞാൻ വിമൻസ് കോളേജിലാണ് പഠിച്ചത്. ഞാൻ അന്നൊക്കെ ഇങ്ങനെ ചെറിയ ഗ്ലിംസസ് കണ്ടിട്ടുണ്ട്. പ്രായം ഏകദേശം ഞാൻ ലിറ്ററേച്ചർ ആയിരുന്നു. അപ്പം അന്നും അവിടെ ചെറുതായിട്ടൊരു ഗ്ലിംസസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം ഈ ക്രൗഡ് പുള്ളിങ്ങിൻ്റെ ആസ്പെക്റ്റ് നിന്ന് മാറിയിട്ട് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു റഷ് ഇപ്പം കാണുന്നുണ്ടല്ലോ. കുറച്ചൊരു 10 വർഷം മുമ്പ് സ്റ്റാർ സിംഗേഴ്സ് അങ്ങനെയുള്ള ഇഷ്യൂ ആയിരുന്നു. ഈ കുറേ ന്യൂ സിംഗേഴ്സിന് ഒരു പ്ലാറ്റ്ഫോംസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ന്യൂ സിംഗേഴ്സ് ഒന്നും ദേ ആർ നോട്ട് കമ്മിങ് ഔട്ട്. അവരുടെ ഒരു പൊട്ടൻഷ്യൽ, വേർ ഡു യു തിങ്ക് ദിസ് ഗ്യാപ്പ് ഇസ്? ഇല്ലില്ല, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ റിയാലിറ്റി ഷോയില് കുട്ടികൾക്ക് കിട്ടുന്ന എക്സ്പോഷർ വേറെ ആർക്കും കിട്ടുന്നില്ല. ഇപ്പം ഞാൻ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു 50-60 ഫിലിംസിലെങ്കിലും പാടിക്കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ 50 പാട്ടെങ്കിലും പാടിക്കഴിഞ്ഞ ശേഷമാണ് എൻ്റെ ഒരു ചെറിയ ഫോട്ടോ പത്രത്തിൽ വരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഒറ്റ പാട്ട് പാടിയ ആള് പിന്നെ എല്ലാവർക്കും ഫേമസ് ആവുകയാണ്, പോപ്പുലർ ആവുകയാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഒരു പ്ലേ ബാക്ക് സിംഗിങ് ആയിരിക്കുമല്ലോ ഇവരുടെ എല്ലാം ഒരു അൾട്ടിമേറ്റ് ഗോൾ. അതിപ്പോ എല്ലാവർക്കും കിട്ടിക്കോണമെന്നില്ല, കാരണം അത്രമാത്രം പാട്ടുകാരായിപ്പോയി. ഞാനിപ്പോ എന്നോട് ചോദിക്കുന്ന ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഞാൻ പറയാറുണ്ട്, ഇത് മ്യൂസിക് മെയിൻ പ്രൊഫഷനായിട്ട് എടുക്കാൻ, പ്രത്യേകിച്ച് കോവിഡ് വന്ന സമയത്താണ് എല്ലാവർക്കും ആ ഒരു ചിന്ത വന്നത്. എത്ര ഷോസ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഒരു വർഷം നമുക്ക് എത്ര സിനിമാ പാട്ട് പാടാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പം ഇവരൊക്കെ ഒരു പാട്ട് പാടിയാൽ ആ പാട്ടിൻ്റെ പേരിൽ കോൺസേർട്സ് എടുക്കുക എന്നുള്ളതാണ് കൂടുതൽ എല്ലാവരും ചെയ്യുന്നത്. അതുകൊണ്ട് ദേ ആർ നോട്ട് ബോതേർഡ് അബൌട്ട് ദെയർ റെമ്യൂണറേഷൻ. ഇപ്പോൾ ഫിലിമിൽ റെമ്യൂണറേഷൻ കൊടുത്തില്ലെങ്കിലും അവരാരും അത് അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം അത് ആ ഒരു ഇന്ന പടത്തിൽ പാടി എന്നുള്ള ആ ഒരു പേര് കൊണ്ട് അവർക്ക് ഷോസ് കിട്ടും. അപ്പോൾ ഷോസാണ് അവരുടെയും വരുമാനം. എത്ര പാട്ടുകാരാണെങ്കിലും ഇപ്പോൾ സ്റ്റാർ സിംഗർ നോക്കുകയാണെങ്കിലും അതിൽ നിന്ന് വന്ന നജീം അർഷാദ്, ഒരുപാട് കുട്ടികൾ അതിലത്തെ ഫീൽഡിൽ നിൽക്കുന്നുണ്ട് നല്ല ഇതായിട്ട്. തമിഴ്നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ സിംഗർ എന്നൊരു ഷോ ഉണ്ട്. അതിൽ വന്ന കുട്ടികളാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ പ്ലേ ബാക്ക് സിംഗേഴ്സ്, തമിഴ് ഇൻഡസ്ട്രിയിൽ എല്ലാവരും. എ.ആർ. റഹ്മാൻ സാറൊക്കെ കൂടുതൽ ഈ കുട്ടികളെ കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. വെച്ചാൽ അവർ ആ ഗ്രൂമിങ് സെഷനിലൊക്കെ അവർ നല്ലോണം ടോണ്ടാവും. അവർ എങ്ങനെ അവരെ പ്രസന്റേഷൻ മുതൽ പാട്ട് എങ്ങനെ പഠിക്കണം, ഒരു സോങ് കിട്ടിയാൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള സകല കാര്യങ്ങളും ഈ ഗ്രൂമിങ് സെഷനിൽ കൂടെ അവർ പഠിക്കുകയാണ്. പിന്നെ വോയിസിൻ്റെ എല്ലാവർക്കും കൺഫ്യൂഷൻസ് വരുന്നത് നമ്മുടെ വോയിസ് പ്രൊജക്ഷൻ, അതായത് നമ്മുടെ വോയിസ് നമുക്ക് സ്ട്രെയിൻ ആവാതെ എങ്ങനെ അത് അതിനകത്തൊക്കെ കുറേ സയൻസ് ഒക്കെ ഉണ്ട്. ഇതൊന്നും അറിയാതെ വന്ന ഒരാളാണ്. ഞാനിതൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ ഇപ്പോൾ കുട്ടികളെ പറയുന്നതും വോയിസ് ട്രെയിനേഴ്സിൻ്റെ ഒക്കെ കൂടെ നമ്മളിരുന്ന് സംസാരിക്കുമ്പോൾ അവർ പറയണത് വെച്ചാണ് ഞാനേ മനസ്സിലാക്കിയത്. ഞാൻ നാച്ചുറലായിട്ട് എനിക്ക് എന്ത് വരുന്നോ അത് പാടി വന്ന ഒരാളാണ്. എനിക്ക് യാതൊരു ട്രെയിനിങ് കിട്ടിയിട്ടില്ല. എൻ്റെ ടീച്ചർ ഓഫ്കോഴ്സ് ഓമനക്കുട്ടി ടീച്ചറിൻ്റെ അടുത്ത് ഞാനൊരു 7 വർഷം പഠിച്ചു. അത് തന്നെ ഉള്ളൂ എൻ്റെ കർണാട്ടിക് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ ബാക്കി അപ്പോഴേക്കും പിന്നെ സിനിമയിൽ കുറച്ച് അവസരങ്ങൾ വന്നു തുടങ്ങി. പിന്നെ അതിലോട്ട് അങ്ങായി എന്നുള്ളതാണ്. ഈ പറഞ്ഞ ട്രെയിനിങ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ മനസ്സിലാക്കി വരുന്നു. ഈ പ്രവാസികൾ എല്ലാ ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആയിരിക്കാം എങ്കിൽ പോലും നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണല്ലോ എല്ലാത്തിനോടും ഒരു ഈ ഓണക്കാലത്ത് ചേച്ചി ഇവിടെ ബഹറിൽ മാത്രമേ പെർഫോം ചെയ്തല്ലോ, പല സ്ഥലത്തും ഓണത്തിന് പോയി ചെയ്തു. നാട്ടിലേക്കാളും പഠിപ്പിച്ച് ബഹറിൽ ഓണത്തിന് വരുന്നു അല്ലാതെ ഓണം സീസണിൽ ഹൗ ഡു യു ഫീൽ ദ ഓണം ഒരു ഡിഫറൻസ് പ്രവാസ ലോകത്തില്? കൂടുതലും എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ നടക്കുന്നതിനേക്കാളും കൂടുതൽ സെലിബ്രേഷൻസ് ഇവിടെയാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അത്തപ്പൂക്കളത്തിന്റെ മത്സരവും നാട്ടിലൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞങ്ങളൊക്കെ വീട്ടില് ചെറിയ തോതിൽ
ഒക്കെ ഇട്ട് പിന്നെ ഈ ഇങ്ങനത്തെ വലിയ വിപുലമായ ക്ലബ്ബുകളിൽ അങ്ങനെയൊന്നും മെമ്പേഴ്സ് അല്ലാത്തതുകൊണ്ട് അതൊന്നും അറിയില്ല, അതൊന്നും കണ്ടിട്ടുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരിക്കൽ ദുബായിൽ വന്നപ്പോൾ ഒരു പൂക്കളം മത്സരം ജഡ്ജ് ചെയ്യാൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഒന്നും അറിഞ്ഞൂടെങ്കിലും ഭംഗി നോക്കി കൊടുക്കാമല്ലോ, അത്രയും ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ പൂ എന്നുള്ള കോൺസെപ്റ്റും മാറി തേങ്ങയുടെ പീര വെച്ചിട്ട് കളർ ചെയ്തിട്ട് ഒക്കെയുള്ള ഭയങ്കര വിപുലമായ പൂക്കളങ്ങൾ കണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഐഡിയാസ് വരുന്ന അങ്ങനെയോ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മനസ്സിലാക്കിയത് അങ്ങനെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ഞാനിവിടെ വന്നിട്ടാണ് കൂടുതൽ സെലിബ്രേഷൻസ് കാണുന്നത്, നാട്ടിൽ കാണുന്നതിനേക്കാൾ. ചേച്ചി, one last question. Almost 5 decades in the music, 47 plus years and over 40,000 songs in different... 40,000 sorry. അപ്പോൾ പിന്നെ 18,000 plus songs, close to 20,000 songs across languages. ഇത് കൂടാതെ ഫോറിൻ ലാംഗ്വേജസിലും പാടിയിട്ടുണ്ട് അല്ലേ? 3-4 ഒരു പെട്ടെന്ന് 20 ലാംഗ്വേജസോളം എക്സ്ട്രാ പാടിയിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് ഓർമ്മ വരുന്നുണ്ടോ? അയ്യോ, ഉണ്ടെങ്കിൽ I'm not putting you in a fix, വരുന്നെങ്കിൽ മാത്രം. ഫോറിൻ വേറെ ലാംഗ്വേജസ് ഒന്നും ഓർമ്മ വരുന്നില്ല. എന്നാൽ മനസ്സിന് ചേർന്ന് എന്തെങ്കിലും 2 വരി ഞങ്ങൾക്ക് വേണ്ടി ഇഷ്ടമുള്ളൊരു പാട്ട് പറഞ്ഞോളൂ. സ്വർണ്ണമുഖിലെ സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീയും, സ്വപ്നം കാണാറുണ്ടോ, കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻ വീഥിയിൽ നടക്കുമ്പോൾ വർണ്ണച്ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രിയിൽ മയങ്ങുമ്പോൾ സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ. More than blessed. Thank you very much, ചേച്ചി. എനിക്കറിയാം വളരെ ബിസി സ്കെഡ്യൂളാണ്. Thank you so much for taking time for us. Simplicity defined, elegance epitomized. None other than നമ്മളുടെ സ്വന്തം KS Chitra with us on the next guest.